ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഈ ഒരു വലിയ കൃപാവര പദ്ധതിയിൽ നമ്മളെയും പേരെടുത്ത് വിളിച്ച് പങ്കാളികളാക്കിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് ഒരു നിമിഷം നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ പാപവും ഭാരവും എല്ലാം ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈശോയ്ക്കായി പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ആരാധനാ മണിക്കൂറിലായിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ നിയോഗങ്ങൾക്കപ്പുറത്ത് ദൈവസ്നേഹത്തെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ, ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനാ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം അനുസരിച്ച് ദൈവരാജ്യത്തെയും ദൈവനീതിയെയും നോക്കി പാർത്തുകൊണ്ട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരമ്മയെ നമുക്ക് തന്നതിന് കുരിശിൻ്റെ ചുവട്ടിൽ പോലും, ഉടമ്പടിയുടെ പൂർത്തീകരണ സമയത്ത് പോലും ഈശോ ദൈവമാതാവിനെ മറക്കുന്നില്ല. നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മുടെ എല്ലാ പാപാവസ്ഥകളെല്ലാം ഈശോയുടെ കൃപയെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ മുന്നേറേണ്ടത്. ആ ഒരു കൃപയിലേക്കാണ് ദൈവമാതാവ് ഈ ആരാധനയിലൂടെ നമ്മളെ ക്ഷണിക്കുന്നതും. യോഹന്നാൻ 2:5 തിരുവചനം അനുസരിച്ചുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോടെ പാലിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടും അവരുടെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ പോരായ്മ മൂലം ജീവിത വിഷയങ്ങൾ നടക്കാതെ വന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അനേകം മക്കളുണ്ട്. അവരെല്ലാവരെയും ദൈവമാതാവിൻ്റെ ആ വലിയ മാതൃസ്നേഹത്തിലേക്ക് തിരികെ വിളിക്കുവാൻ ഈ ആരാധനയിലൂടെ ഇടയാക്കണമേ എന്നുകൂടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിവിധ ജീവിത സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും ഈശോയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ ഓരോ മാധ്യമങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഉപകരണമാക്കണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ മരിയനോട് ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ നിന്റെ ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ കയ്യും കാലുമായി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ Hallelujah.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ മരിയനോട് ഉടമ്പടിയെടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ
വിശ്വാസ പകർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം. സഭയിൽ രണ്ട് തരം രീതിശാസ്ത്രങ്ങളുണ്ട്. ഒന്ന് ആശയ ദൈവവിജ്ഞാനീയം. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള ആശയപരമായിട്ടുള്ള താത്വികമായിട്ടുള്ള പഠനങ്ങളും ആലോചനകളും ധ്യാനങ്ങളും മനധ്യാനങ്ങളും അങ്ങനെ പോകും. അത് റിലിജൻ ഓഫ് ഇൻ്റലക്ച്വൽസ് ആണ്, ഇൻ്റലക്ച്വൽസിൻ്റെ ഒരു മതമാണ്. പക്ഷേ സഭയിൽ 99% ലേമനാണ്. സാധാരണ മനുഷ്യരുടെ ദൈവാനുഭവമാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അത് അനുഭവ ദൈവവിജ്ഞാനീയമാണ്. ആ ശാഖ അനുഭവ ദൈവവിജ്ഞാനീയം. ഈ അനുഭവ ദൈവവിജ്ഞാനീയത്തിലെ പ്രയോഗപരതയ്ക്കാണ് പ്രാധാന്യം. ഉടമ്പടിയിലെ പ്രയോഗപരതയ്ക്ക് കുറേ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. ഉടമ്പടി കാശുരൂപം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം. ഇത് ഇവിടുന്ന് തരുന്ന നേർച്ച വസ്തുക്കൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് അത് പ്രാർത്ഥിച്ച് പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത്. നിങ്ങൾ പവർ റിലീസ് ചെയ്യണതുണ്ട്. നമുക്ക് ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് പവർ ഇൻകൾക്കേഷൻ, പവർ റിലീസിങ് രണ്ട് രീതിയിലാണ്. പവർ റിലീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ദാനങ്ങൾ വാക്കായി ശക്തിയായി വചനത്തിൽ ചേർത്തിരിക്കുകയാണ് ദൈവം. എല്ലാത്തിൻ്റെയും ഇപ്പം നമുക്ക് നൽകണത്, ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ്. എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ ദാനം, വാഗ്ദാനം എന്ന് പറയണത്. ഇംഗ്ലീഷിൽ നമ്മൾ പ്രോമിസ് എന്ന് പറയും. സെക്കുലറായിട്ടും പ്രോമിസ് എന്ന് പറയും. ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത്, ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അനുഭവതലം എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാഗ്ദാനം പ്രാപിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ട്. ഈ ക്രിസ്തുവിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ 4 മാർഗങ്ങൾ ഉപയോഗിക്കും. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് പ്രത്യാശ, പിന്നെ ദൈവസ്നേഹം, പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും. ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ്. മരണത്തിൻ്റെ മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു, ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാം. സമർപ്പണം. 4-മത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ 4-മത്തെ മുറയാണത്. ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ, ദൈവസ്നേഹം പ്രഖ്യാപിക്കുമ്പോൾ, സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ, അതെല്ലാം ഒരു മെത്തേഡാണ്. എന്തിനാണ്? ഈ വാഗ്ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ. പ്രോമിസ് എന്ന വാക്കിന് പോലും ലത്തീനിൽ പ്രമിത്തരെ എന്നാണ് പറഞ്ഞത്. പ്രമിത്തരെ, ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട്, പുറത്തെടുക്കുക. ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ്. വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് മരിയൻ മെത്തേഡാണ്. എന്താണ്? ചൊല്ലുകയല്ല, ചെയ്യുക. അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം, പിന്നെ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം. അത് മരിയനാളാണ് ഈ സമർപ്പണം ശരിക്കും ഒരു പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. അത് സന്തോഷത്തോടെയുള്ള സമർപ്പണം. ഇപ്പോൾ സങ്കീർത്തനം തന്നെ, സങ്കീർത്തനം 130 ഒന്ന് 5 എടുത്തേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പം വാഗ്ദാനത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കണത് എന്താണ്?
പ്രത്യാശയാണ്. അവിടുത്തെ അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രത്യാശ മാത്രമല്ല, അത് ഓൾഡ് ടെസ്റ്റമെൻ്റ് കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരുമ്പോൾ വിശ്വാസവും പ്രത്യാശയുടെ അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കും, അല്ലേ? എന്ത് ക്രിസ്തു പറയും? പുതിയ നിയമത്തിൻ്റെ കാലം വരുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്തെടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം? അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാൾ നിങ്ങൾ ഉയരണം. വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റ് പുണ്യങ്ങളോളം ഒരു പവറില്ലാത്തതാണ് വിശ്വാസത്തിന്. കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല. ഞാൻ വിശ്വസിച്ചു, എന്നെ രക്ഷിക്കണം, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സഫറിങ് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ സ്നേഹമാണെങ്കിൽ സകലതും ക്ഷമിക്കും. അതിൻ്റെ ഇടയ്ക്ക് ക്ഷമയുടെ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ സ്നേഹം അത് അക്സെപ്റ്റ് ചെയ്യും. 1 Corinthians 13:7. Take the word of God. Hallelujah. 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 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അപ്പൊ സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞ 1 Corinthians 13:7 സങ്കീർത്തനം 30:5 കണക്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന, സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ അല്ലേ? ഇതെല്ലാക്കുറിച്ച് വളരെ കൃത്യമായ കാര്യം. ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിയുടെ കാലം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ല ശരിക്കും. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ നോക്കിയ കൃപാസന വന്നറിയാം. അതായത് ഉടമ്പടിയിലിരിക്കുന്ന 60% പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഡിഗ്രി ഉള്ളവർ ആണ്. പക്ഷേ അവർക്കുള്ള അഡൽട്ട് കാറ്റഗറിസമാണ് ഞാൻ ഈ പറയണത്. അവർക്കുണ്ടാകുന്ന കാറ്റഗറിസം, അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് റീസണബിളായിട്ട് തോന്നും. അപ്പം നിങ്ങളതിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം. സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? സകലതും ക്ഷമിക്കുന്നു, അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു, എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഈ അതിജീവനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു അഭിഷേക ഫലമാണ്. സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട്, ഒരു അഭിഷേക തലമുണ്ട്. ആ പുണ്യത്തിലിങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും. അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും. എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഈ പാട്ട് തന്നെ ഇനി അതിനടുത്ത സ്റ്റാൻസ പാടിക്കൊണ്ടിരിക്കും. ഇത് അഭിഷേകമാകുന്നവരെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണത്, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കളുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ബിബ്ലിക്കലാണ്. ഉടമ്പടി പ്രകാരം ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഭൗതിക മാധ്യമങ്ങളാണ്
ഉപ്പ്, പിന്നെന്താണ് തൈലം, ഉടമ്പടി കാശുരൂ ജ്ഞാപകമായിട്ട് ഉടമ്പടി നെറ്റിക്കണിഞ്ഞത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു, കഴുത്തിൽ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ബൈബിൾ ഇവരും പ്രവർത്തിക്കുന്നത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ്. ആധ്യാത്മിക ജീവിതം നിങ്ങളെ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കണം. ആ യോഹന്നാൻ 1:12 ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:12 യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, അതന്നെ ഒന്ന് പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ കഴിവെന്നും പറഞ്ഞ കപ്പാസിറ്റി, എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ചത്തെ എബിലിറ്റി പോരാ, തിങ്കളാഴ്ച ഇത് വളരണം. ഇത് വളർന്നില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? സ്റ്റാറ്റിക്കായിട്ടുള്ള അവസ്ഥയില്ല, പിന്നെ കോട്ടമാണുള്ളത്. വളർന്നില്ലെങ്കിൽ തളർച്ചയുള്ളത്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു കേവലം നിലനിൽപ്പില്ല. വളർച്ച എന്ന് പറഞ്ഞു പോയാൽ പിന്നെന്താണ്? വളർന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ മുരടിപ്പെന്നാണ് പറയണത്, അല്ലേ? അത് തളർച്ചയാണ്. വളരാത്തൊരു വസ്തു എന്താണ്? മുരടിച്ച് നിൽക്കണമെന്ന് പറയും. എന്നുവെച്ചാൽ അത് തളർച്ചയാണ്. അപ്പോൾ ഇത് മുന്നോട്ടായി നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഉടമ്പടിയിലൂടെ. അല്ല ഇന്ന് കുറച്ച് പ്രാർത്ഥിച്ച് നാളെ 2 കല്യാണത്തിൽ പോയി ബിരിയാണി അടിച്ചിട്ട് വെള്ളം ഒടിച്ച് പിന്നെ അടുത്ത ആഴ്ച പോയി കുമ്പസാരിച്ച് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഉടായിപ്പാണെന്ന് ദൈവത്തിന് നിങ്ങൾക്ക് പറ്റേണ്ട ഒരു അബദ്ധം എന്താണെന്നറിയാമോ? ദൈവത്തെ പൊട്ടം കളിച്ചിട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പൊട്ടനാവും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഡെയ്സി ബിനോയ്, ഇത് ഭർത്താവ് ബിനോയ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. മോൻ ഒരു 21 വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടു. അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു. നിൽക്കാനിരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കും, മുട്ടുകുത്തിയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും. രാത്രി 1:30 വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഇനി ഒരു അടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഞങ്ങൾ 54 വയസ്സായി. അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരികയാണ് ചെയ്തത്. വന്നിട്ട് ഉടമ്പടി വെച്ചു. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം 6 നിയോഗങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകന് പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടിയൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത്. ചേർത്തല ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ എന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ്. ഇത് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്ത ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട്. 54 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു 35 വയസ്സ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ച വസ്തുക്കളും എല്ലാം ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ വയറ്റിൽ അത് തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലർത്തി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് റിസ്ക്കാണ്, ഇത്രയും വയസ്സുള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ മാതാവ് തന്നാൽ ഞാൻ അതപ്പോൾ മാതാവ് ഏറ്റെടുത്തോളൂ, ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു. അതിനു മുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരു 2 വർഷത്തോളം അങ്ങനെ കടന്നുപോയി. അങ്ങനെ 7 മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി. പൂർണ്ണ വളർച്ചയെത്തിയ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്. കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ. അതാണ് ഇപ്പോൾ 2 വയസ്സാകാറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ആകെ പ്രശ്നത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. അത് വിറ്റ് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഈ അച്ഛനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കണ്ടു. ഈ സ്ഥലം വിറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു. പിന്നെ എല്ലാം കൊണ്ടും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്വസ്ഥം. ഇരുകരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കാരുണ്യവാനും നല്ലവനുമായ ദൈവമേ, ഈ വലിയൊരു അനുഗ്രഹത്തിന് അങ്ങേക്ക് 1000 നന്ദി പറയുകയാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങേക്ക് 1000 നന്ദി പറയുകയാണ്.
ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ മനസ്സിലാക്കി. ഈ ഉടമ്പടി ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ പലർക്കും പല സംശയങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് അവർ പരിധി വെക്കും. കർത്താവിൻ്റെ ശക്തിക്ക് നമ്മൾ ഒരിക്കലും പരിധി വെക്കരുതെന്നുള്ള വലിയൊരു സാക്ഷ്യമാണിത്. അതായത് ഒരു മകൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ ഇവർ ആകപ്പാട് തകർന്നു പോയി. ഇവരുടെ പ്രായം 54 വയസ്സാണ്. അതായത് 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഈ കൈയിരിക്കുന്ന കുഞ്ഞിനെ മാതാവ് കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഇവർ മകൻ്റെ ആ ഒരു വിയോഗത്തിൽ ഇവർ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിൽക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് വിളിക്കുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി വെച്ചതിൽ ആദ്യത്തെ നിയോഗം വെച്ചതാണ്. ഫസ്റ്റ് നിയോഗം വെക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മകന് പകരം ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ. അപ്പോൾ ഇത് എന്തുമാത്രം അസാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അപ്പോൾ ഇത് വലിയൊരു സാക്ഷ്യമാണ്. അതായത് നമ്മൾ നിയോഗം വെക്കുമ്പോൾ കൂടെ നിങ്ങൾ വെക്കണം, നിങ്ങൾക്ക് നടക്കത്തില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഏത് വിഷയമാവണോ അതായിരിക്കണം നിങ്ങൾ ആദ്യം വെക്കേണ്ടത്. കാരണം എന്താണ്? ഈശോയുടെ ശക്തിക്ക് അതീതമായിട്ട് ഒരു കാര്യവും നടത്തപ്പെടത്തില്ല. കാരണം ഇസ്രയേൽ ജനം പട്ടിണി കിടന്ന് മരിക്കാൻ പോകുമ്പോൾ ദൈവം ചെയ്യണം എന്താണ്? ആകാശത്തു നിന്ന് അവർക്ക് മന്ന ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ്? അജ്ഞാതമായൊരപ്പമാണ്. അവർ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, പക്ഷേ ദൈവം അവരെ ആപ്പം കൊണ്ട് തീറ്റിപ്പോറ്റി. അതിനർത്ഥം നമുക്ക് നമ്മൾ ചില കാര്യങ്ങൾക്ക് ചോദിക്കില്ല, എങ്ങനെ, ആര്, ഏത് വഴി, എങ്ങനെ വരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ്, നീ പതറരുത്, തളരരുത്, ഭയപ്പെടരുത്, തോറ്റു കൊടുക്കരുത്, വിശ്വാസത്തിൽ അടിയുറക്കണം, പ്രത്യാശ ഉണ്ടാകണം, ദൈവസ്നേഹം ഉണ്ടാകണം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവവുമായിട്ട് ഒന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ആകാശത്തിൻ്റെ സാധ്യത നമ്മളുടെ ഏത് വിഷയങ്ങളുടെ പുറത്തുമുണ്ട്. അപ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ 54-ാമത്തെ വയസ്സിൽ 23 വർഷങ്ങൾക്ക് ശേഷം ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഈ കുഞ്ഞ്. അപ്പോൾ അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് വരികയാണ്. നമ്മളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അതോടൊപ്പം പറയുക, ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ഉണ്ടായിരുന്നപ്പോൾ അവിടെ കാശ് രൂപം അച്ഛൻ കൊടുത്തിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, അത് നടത്തപ്പെടും. 40 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപയാൽ പറയുക അത് വിറ്റുപോയി. കാരണം എന്താണ്? ആ സ്ഥലത്തെ കർത്താവിനാ പരമേൽപ്പിക്കണത്. കുഴിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ദൈവമാണ്, കർത്താവിൻ്റെ കുരിശാണ് കാൽവരിയിൽ കുഴിച്ചിട്ടത് ലോകരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഈശോയ്ക്ക് നമ്മൾ ആ സ്ഥലത്തെ മുദ്രിതമാക്കി കൊടുത്തപ്പോൾ ദൈവം അത് വലിയ അനുഗ്രഹമാക്കി കൊടുത്തു. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയും. ഈ വലിയ സാക്ഷ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു. അന്നേരമാണ് മോൻ മരിച്ചത്. അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയാണ്, പഞ്ചായത്ത് വകുപ്പിലായിരുന്നു. അവൾ പ്രൊമോഷൻ കിട്ടിയ പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത്. അതിനുശേഷം ശരിക്കും 2 വർഷം ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത്. അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു. പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി ഇത് എന്താണെന്നുള്ളത്. ഇത് ഗർഭിണിയായി കഴിഞ്ഞ് അവൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ പറയാണ്, 7.5 മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരു 50% പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനെ ഒരു ചാൻസ്, ഇത് ഒരു ഏജ് വലിയൊരു ഘടകമാണ്. പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻ്റർഫിയർ ചെയ്തു, ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ. അതിനുശേഷം എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി. അവളതിന് ശേഷം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയും ചെയ്ത് ഞങ്ങൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്ത്. അത് പറയാൻ പറ്റും. അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ജീവിതത്തിലുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പലരോടും പറഞ്ഞു, ഞങ്ങളുടെ ഇറവ് തന്നെ ഒരു ബ്രദർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഒരു ക്യാൻസർ, അതിൻ്റെ വൈഫിൻ്റെ ക്യാൻസർ ഭേദമായ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോയി ഇത് സാക്ഷ്യം പറയണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാണ്. കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നുള്ളൊരു തെളിവാണിത്. അപ്പോൾ മാതാവിന് 100 നന്ദി പറയുന്നു. ദൈവപിതാവിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ പേരെന്തുവാണ്? കുഞ്ഞിൻ്റെ പേരെന്തുവാണ്? മോൻ്റെ പേര് കൂട്ടിയിട്ട് ജോസ്ബി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. മോൻ്റെ പേര് ജോസ് ബിനോക്കെ എന്നായിരുന്നു. എൻ്റെ പേര് ബിനോയ് എന്നാണ്. അപ്പം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഉണ്ടാകുന്ന മോനാണെങ്കിൽ മോൻ്റെ പേര് തന്നെ ഇടാം, അല്ലെങ്കിൽ ജോസ് ബി കെ ബിനോ എന്ന് ഞങ്ങളിട്ടു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് പകരം ദൈവം കൊടുത്ത കുഞ്ഞാണ്. അതായത് നമ്മുടെ കഴിവുകളല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. ഈ സാക്ഷ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളുടെ മനുഷ്യൻ്റെ കഴിവുകളൊന്നുമല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സാക്ഷ്യം തന്നെയാണ്. അതായത് ഈശോയുടെ വലിയ കൃപയാണിത്. കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് ഒന്നുകൂടെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഒരു സെക്കൻഡേ ഉള്ളൂ. ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ വിശ്വാസം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ തന്നെയാണ് ഇവിടെ ഓടുമ്പെടുക്കാനൊക്കെ ആയിട്ട് വന്നത്. എനിക്ക് വളരെ വിശ്വാസം കുറവായിരുന്നു നടക്കുന്നൊരു. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 100% എനിക്ക് വിശ്വാസമായി ദൈവത്തിൽ നമുക്ക് ഇത് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടത്.